ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു ഡിസൈൻ ഉണ്ട്, നെക്ക് ഡിസൈൻ. ഒരു ട്രഡീഷണൽ കേരള സെറ്റിൽ വരുന്നൊരു ധാവണിയുടെ ബ്ലൗസ് ഡിസൈൻ ആയിരുന്നത്. അതിൻ്റെ നെക്കിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ലീവിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഒരു സൈഡിലെ ഡിസൈൻ വന്നിട്ട് ഈ ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും താഴെ മുകളിലും സ്കാലപ്പ് ഡിസൈൻ വന്നിട്ടുള്ളൊരു പാറ്റേണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്കാലപ്പ് ഡിസൈനാണ് ഇതിൽ ഹൈലൈറ്റ്. അതുപോലെ തന്നെ സെറി ത്രെഡിൻ്റെ വർക്കും നമ്മൾ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഒരു ബോർഡർ ഡിസൈൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഫുൾ വർക്ക് വരുന്നൊരു സ്ലീവിൻ്റെ പാറ്റേണാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ കാർബൺ പേപ്പർ വെച്ചിട്ടാണ്, യെല്ലോ കളറാണ് ഒരു പേപ്പർ വെച്ചിട്ടാണ് സ്കാലപ്പ് ഡിസൈൻ മാർക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പേപ്പറിൽ സ്കാലപ്പിൻ്റെ ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഇതിലേക്ക് ഡ്രസ്സിലേക്ക് നമ്മൾ ആ ഒരു ഡിസൈൻ കോപ്പി ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി മുകളിൽ നിങ്ങൾ ഡിസൈൻ കാണുന്നുണ്ടാവും, പക്ഷേ താഴെ കസവായാലും ചിലപ്പോൾ അങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ടാവില്ല. എന്നിട്ട് നമ്മൾ ഫ്രെയിം ഇട്ട് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഷുഗർ ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്, ബ്രാൻഡ് സ്റ്റാർ ആണ്. അതുപോലെ പ്രീമിയം ബീഡ് യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ സെറി ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ലാസ്റ്റാണ് നമ്മളൊരു റെഡ് ആൻഡ് ഗ്രീൻ പ്രീമിയമിൻ്റെ തന്നെ ബീഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു നെൽക്കതിൻ്റെ ഷേപ്പിലുള്ള ബീഡാണ് പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു 3 ലൈൻ, ആദ്യത്തെ ആ ഒരു 3 ലൈനാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ എടുത്തത് കുറച്ച് സ്പീഡായി പോയാൽ എനിക്കത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതാണ് നമ്മൾ കൊടുത്തതിന് ശേഷം സ്കാലപ്പ് ഡിസൈനാണ് കൊടുക്കുന്നത്. സ്കാലപ്പ് ഡിസൈനിൽ നമ്മൾ ഫസ്റ്റ് എടുത്തത് അത്യാവശ്യം നല്ല സ്പീഡായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലേക്കുള്ള ഡിസൈൻ ഞാൻ പ്രോപ്പറായിട്ട് എടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഇതൊക്കെയാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽസ്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റാർട്ടിങ് ഉള്ള അരി വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. മെയിനായിട്ട് ചെയിൻ സ്റ്റിച്ചാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നല്ലൊരു ഹെവി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സ്ലീവാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നെക്ക് കുറച്ച് സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് സ്കാലപ്പ് ഡിസൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഷുഗർ ബീഡും പിന്നെ നെൽക്കതിൻ്റെ ഷേപ്പിലുള്ള ബീഡും നമ്മൾ ആ ഒരു വീഡിയോ എനിക്കത് എൻ്റെ മിസ്സായി പോയി. അപ്പോൾ ഞാനത് ഓൾറെഡി മുന്നത്തെ വീഡിയോയിൽ നെക്ക് ഡിസൈനിൽ സെയിം തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചിട്ടുള്ളത്. അതായത് ആദ്യം ഷുഗർ ബീഡ് സ്റ്റാർ, അതായത് നെൽക്കതിൻ്റെ ബഞ്ച് ബീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഷുഗർ ബീഡ്. ആ ഒരു വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ എല്ലാവരും കാണണം. കാരണം ഇതിൻ്റെ തന്നെ നെക്ക് ഡിസൈനാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. രണ്ടും കൂടി ആദ്യം ഒത്തിരി ലോങ്ങായി പോകുന്ന വിചാരിച്ചിട്ടാണ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്. പിന്നെ ഇതിൽ കസ്റ്റമറിൻ്റെ ഫോട്ടോയും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എങ്ങനെയാണ് ഇതിൻ്റെ ഇട്ടിട്ടുള്ള ഒരു ലുക്ക് വരുന്നത്. എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ആയിരുന്നു, അത് നല്ലൊരു രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു 3 ഈ ഷുഗർ ബീഡും ബഞ്ച് ബീഡും പിന്നെ ഷുഗർ ബീഡും വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മുകളിലും താഴെയായിട്ട് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്കാലപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സ്കാലപ്പ് ഡിസൈൻ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു എൻഡിലായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന വീഡിയോയിൽ നമ്മൾ ഒരു പോയിന്റ് താത്തിയിട്ട് നമ്മൾ പ്രീമിയം ബീഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ചുറ്റുമാണ് ഈ ഷുഗർ ബീഡിൻ്റെ വർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ സ്കാലപ്പ് ഡിസൈൻ നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു പോയിന്റിലാണ്, മീൻസ് നമ്മുടെ ആ ഒരു സ്കാലപ്പിൻ്റെ എൻഡ് വരുന്നിടത്തിനും ഒരു പോയിന്റ് താത്തി നമ്മൾ പ്രീമിയം ബീഡ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു ഷുഗർ ബീഡ് കവർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാണ്ട് അത് സെപ്പറേറ്റ് ആയിട്ടല്ല കൊടുക്കുന്നത്. ഞാൻ ആദ്യം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പ്രീമിയം ബീഡ് ആദ്യം ഫിക്സ് ചെയ്തിട്ട് അതിന് ചുറ്റും ഷുഗർ ബീഡിൻ്റെ ഈ ഒരു വർക്ക്, ആ ഒരു എൻഡ് പോയിന്റ് ഉണ്ടാവും, രണ്ട് സ്കാലപ്പും ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റിനും ഒരു പോയിന്റ് താത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം ആ ഒരു ചുറ്റും ഒരു ഗ്യാപ്പ് കിട്ടും. ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഒരു ഷുഗർ ബീഡ് ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു 3mm ബീഡ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ലോക്ക് സ്റ്റിച്ചും കൂടി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ആ ഒരു പുറത്തേക്ക് വരുന്ന സ്റ്റിച്ച് കവർ ചെയ്ത് താഴേക്ക് കൊടുക്കണം. മീൻസ് താഴേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നോക്കുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആദ്യം തന്നെ ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് അതിനോട് ചേർത്തൊരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് പിന്നെ വരുന്ന സ്റ്റിച്ച് നേരെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് മുകളിലേക്ക് ഒന്ന് ടൈറ്റ് ചെയ്ത് വലിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലോക്കായിട്ട് നിൽക്കും. പിന്നെ ആ ഒരു ബീഡ് അവിടെ നിന്ന് ചാടി പോവില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാത്തിനും ലോക്കിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. ഇത് ജസ്റ്റ് നമ്മളൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിൽ കൂടെ ഒന്ന് താഴേക്ക് വലിച്ചാൽ മതി. അതായത് ആ ഒരു ബീഡിൻ്റെ ഉള്ളിലേക്ക്, മീൻസ് അതിന് ചുറ്റും നിൽക്കുന്ന ആ ഒരു പോർഷനിലേക്ക് ഈ ഒരു ചെയിൻ ഇട്ട് കൊടുത്ത് താഴേക്ക് വലിക്കുമ്പോൾ അവിടെ ലോക്കായിട്ട് പ്രസ് ചെയ്ത് ഇരിക്കും ആ ഒരു സ്റ്റിച്ച്. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു വർക്ക് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്കാലപ്പ് ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിനോട് ചേർന്നിട്ട് നമ്മൾ ഈ നെക്കിൽ കൊടുത്ത സെയിം പാറ്റേൺ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈ സ്കാലപ്പിൻ്റെ ഗ്യാപ്പിലും പിന്നെ ബാക്കി വരുന്ന ആ ഒരു ഫ്ലവർ ഷേപ്പ് വരുന്നില്ലേ 3mm ബീഡ് കവർ ചെയ്ത് കൊടുത്ത ഏരിയയിലും അത് നമ്മൾ രണ്ട് സൈഡിലേക്കും നോർമൽ സൂചിയിലാണ് ചെയ്യുന്നത്. രണ്ട് സൈഡിലേക്കും 4 ബീഡ്സ് വെച്ചിട്ട് നമ്മൾ കുത്തി ഇറക്കാണ്, രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. എന്നിട്ട് സെൻറ്ററിൽ ഒരു 3mm ബീഡ് കൊടുത്തിട്ട് 3 ബീഡ് അതിന് നേരെ ചേർത്ത് ഇട്ട് കൊടുക്കുകയാണ് ഈ വീഡിയോയിലെ പോലെ തന്നെ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഒരു എൻ പോർഷനിലെ സ്ലീവ് എൻഡിൽ കൊടുത്തേക്കുന്ന ഒരു ബഞ്ച് ബീഡ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബഞ്ച് ബീഡും സീക്വൻസും വെച്ചിട്ട് ആ ഒരു രീതിക്ക് നമ്മൾ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ വളരെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വ്യക്തമായിട്ടൊന്ന് ഫുള്ളായിട്ട് കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു വർക്കാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഈ സെയിം തന്നെയാണ് നമ്മൾ നെക്കിലും കൊടുത്തിട്ടുള്ളത്. സ്കാലപ്പ് ഡിസൈൻ തന്നെ നെക്കിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നെക്ക് പോർഷനിൽ ഒരു അത്യാവശ്യം വലിയ രീതിക്ക് വർക്ക് വരുന്ന കാരണം നമ്മളത് കുറച്ചും കൂടി ഒതുക്കി. എന്നാലും അത്യാവശ്യം ഹെവി ആയിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വർക്ക് നെക്കിൻ്റെ തീർത്തെടുത്തത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു ഓവറോളായിട്ട് ആ ഒരു വർക്ക് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബോർഡർ ഡിസൈൻ്റെ ഉള്ളിൽ നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതും നോർമൽ നീഡിൽ വെച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും നോക്കി കഴിയുമ്പോൾ വീഡിയോ ഫുള്ളായിട്ട് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു, ഫുള്ളായിട്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇനി ബാക്കി നമുക്കത് വീഡിയോ ഫുള്ളായിട്ട് കാണാം.
അപ്പോൾ നമ്മൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഏരിയയിലൊക്കെ നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ട് ആ ഒരു വർക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ മുകളിലേക്കും താഴേക്കും മൊത്തം മൂന്ന് ലൈനായിട്ടാണ് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ട് ഷുഗർ ബീഡ് വെച്ച് കൊടുത്തേക്കുന്നത്. ആദ്യം 2 ഷുഗർ ബീഡ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ 2 ബീഡിനും സെൻറ്ററിലായിട്ട് നെക്സ്റ്റ് ഷുഗർ ബീഡ്, അങ്ങനെ 3 ഷുഗർ ബീഡ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു എന്താ പറയുക, ഒന്നത് കസവും കൂടി വന്നിട്ടാന്ന് തോന്നുന്നു. ആ ഒരു ഫ്രെയിമിൽ ഇത് കറക്റ്റ് പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ഇടയ്ക്ക് ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ടാണ് വലിച്ച് കൊടുക്കുന്നതോറും പിന്നെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനൊരു ഇനിയിപ്പോൾ വരുന്ന ഡിസൈൻ മുകളിലേക്ക് ഫുള്ളായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് മെഷീനിൽ നമ്മുടെ 2 സൈഡും ഒരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് തന്നെ, നമ്മുടെ കയ്യിലുള്ള ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ആണ് നമ്മൾ ആ ഒരു വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇനി മുകളിലേക്ക് നമ്മൾ ഈ ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലേക്ക് നമ്മൾ ലൈൻസ് ആയിട്ടാണ് ഡിസൈൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്യാപ്പുകളിലൊക്കെ നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ ബീഡ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ആഫ്റ്റർ അത് കഴിഞ്ഞിട്ടാണ്. കുറച്ചൊക്കെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആഡ് ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി ആഡ് ചെയ്യാം. കസ്റ്റമർക്ക് കൊടുത്ത ടൈമിൽ നമ്മൾ അതും കൂടി ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തത്. കാരണം ഫുൾ ഗോൾഡ് ആയിട്ടായിരുന്നില്ല, ഒരു റെഡും ഗ്രീനും കൂടി ഇതിൽ ഒരു കോമ്പിനേഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ നെക്സ്റ്റ് മുകളിലേക്ക് നമ്മൾ സെറി ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്ക് ആ ഒരു 3mm ബീഡ് വെച്ച് കൊടുക്കുമ്പോൾ ആ ഗ്യാപ്പിലൊരു ഫൈനൽ റിസൾട്ടായിട്ട് കിട്ടുക. ഇനി നമുക്ക് മുകളിലേക്ക് ഒരു ഷുഗർ ബീഡ്, ഒരു ലൈൻ, പിന്നെ 3mm ബീഡ്, അത് കഴിഞ്ഞൊരു ഷുഗർ ബീഡും കൂടി നമുക്ക് ചെയ്താലാണ് ഈ ഒരു വർക്ക് ഫിനിഷ് ആവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് ഈ ഒരു രീതിക്കാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരാം കേട്ടോ. ഈ ഒരു 3 ലൈനും പിന്നെ ഈ ഒരു സെറി ത്രെഡും കൂടി വരുന്നുണ്ട്. പിന്നെ ഈ സെറി ത്രെഡിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ റെഡ് ആൻഡ് ഗ്രീൻ ബീഡ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കറക്റ്റ് നമ്മുടെ സ്ലീവ് എൻഡ് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനിക്കൊരു മണ്ടത്തരം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ചോക്ക് വെച്ചിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ ചോക്കിൻ്റെ ഇത് മാച്ചിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നോക്കി, കുറേയൊക്കെ പോയി. എന്നാലും കസ്റ്റമർ എനിക്ക് അയച്ചു തന്ന ഫോട്ടോയിൽ പക്ഷേ ഞാൻ ഗ്രീൻ വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. ഒരു ബ്ലൂ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന് മുന്നേ മാർക്ക് ചെയ്തത് ഇടയ്ക്ക് മുകളെടുത്ത് കളിക്കലുണ്ട് ചോക്കൊക്കെ വെച്ചിട്ട്, അത് ബ്ലൂ വെച്ചിട്ടായിരുന്നു എന്ന് സംശയം. പക്ഷേ ഈ സ്ലീവ് നമ്മൾ ചെയ്തെടുത്തത് നമ്മൾ ആ ഒരു ഗ്രീൻ വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെൻറ്ററിൽ നമ്മൾ ലൈൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കിംഗ് ടൂളായിട്ട് നമുക്കൊരു പെൻ കിട്ടും. അത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇറേസ് ചെയ്യാം. ചൂട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂട് കൊണ്ടാൽ തന്നെ, ഒന്നില്ലെങ്കിൽ ഹെയർ ഡ്രയർ വെച്ചിട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചെയ്പ്പൊട്ടി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ പറ്റും. എൻ്റെ അത് ഓൾറെഡി അത് തീർന്നിട്ടുണ്ടായതുകൊണ്ട് ഞാൻ ചോക്ക് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തത്. പക്ഷേ എൻ്റെ ഒരു വിചാരം ചോക്ക് വെച്ചിട്ട് നല്ല രീതിക്ക്, പക്ഷേ ചില പോർഷനിൽ ആ മാർക്കിങ് കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. ഒന്നാമത് കോട്ടൻ്റെ മെറ്റീരിയലായ കാരണം അത് കുറച്ച് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ സ്കെയിലിൻ്റെ ആ ഒരു 1 ഇഞ്ച് വീതിക്കാണ് ആ ഒരു ലൈൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കറക്റ്റ് ആ ഒരു സ്കെയിൽ വെച്ചിട്ടാണ് ആദ്യം സെൻറ്റർ മാർക്ക് ചെയ്ത് ലൈൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനോട് ചേർന്ന് നമ്മൾ ആ ഒരു ലൈൻ സ്കെയിൽ വെച്ചിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തു. അങ്ങനെയാണ് നമ്മൾ ആ ഒരു ലൈൻ ചെയ്തെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു വൈറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഞാൻ അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. കാരണം വലിയ ഫ്രെയിമിൽ ഇടുന്ന കാരണം സ്ലീവ് ഫുള്ളായിട്ട് അതിൽ കൊള്ളണം. അതുകൊണ്ട് ഞാൻ അതും കൂടി ചെയ്തിട്ടാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ സെറി ത്രെഡ് വെച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സെറി ത്രെഡ് ചെയ്യാനായിട്ട് നമ്മുടെ തുളിപ്പിൻ്റെ നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 2 ലൈനായിട്ടാണ്, അതായത് ഒറ്റ ലൈൻ കൊടുത്താൽ ചിലപ്പോൾ കുറച്ച് തിന്നായിട്ടിരിക്കും. കുറച്ച് കട്ടിക്ക് തോന്നണമെങ്കിൽ നമുക്ക് 2 ലൈനായിട്ട് ഇട്ട് കൊടുക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 ലൈനായിട്ടാണ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തത്. ഫസ്റ്റ് തന്നെ ഞാൻ സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ക്ലിയർ ആവുമെന്ന് തോന്നുന്നു. ഈ ഒരു ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് പ്രോപ്പറായിട്ട് നമ്മുടെ ആരി വർക്ക് പോകുന്നത് കേട്ടോ, എന്താണെങ്കിലും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സ്റ്റിച്ചുകളൊക്കെയാണ്. മെയിനായിട്ട് ഈ ഒരു ചെയിൻ സ്റ്റിച്ചാണ് ഈ ഒരു ആരി വർക്കിൽ വരുന്നത്. ആ ഒരു ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു മുകളിലത്തെ ഡിസൈൻ മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ചും കൂടി കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇനി അതിൻ്റെ ആ ഒരു മുകളിലത്തെ ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. 3 ലൈനായിട്ട് കൊടുക്കാനുണ്ട്. 3mm ബീഡും പിന്നെ ഷുഗർ ബീഡും ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം 3mm ബീഡ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ലൈൻ ഷുഗർ ബീഡ് വെച്ചിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ 3mm, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഓൾറെഡി നമുക്കറിയാലോ ഈ ഒരു രീതിക്ക് തന്നെയാണ് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് മുകളിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഗോൾഡൻ ആ ഒരു
ലുക്കിൽ വരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഗ്യാപ്പിലൊക്കെ മറ്റേ 3mm റെഡ് ആൻഡ് ഗ്രീനും കൂടി വെച്ച് കൊടുത്താൽ ബ്ലൗസ് നല്ല രീതിക്ക് നല്ലൊരു ഭംഗി ഫിനിഷിംഗ് ലുക്കിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കസ്റ്റമർ ഫോട്ടോയും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ആരി വർക്കിൽ തന്നെ ചെയ്ത് നോക്കിയെങ്കിലും പക്ഷേ എനിക്കത് ഈ അത്യാവശ്യം കുറച്ച് കട്ടിയിൽ നിൽക്കുന്ന കാരണം ഞാനത് നോർമൽ നീഡിൽ തന്നെ ചെയ്യാണ്. സെറി ത്രെഡിൻ്റെ ആ പോർഷനൊക്കെ ഞാൻ നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഈ ഒരു ഏരിയയൊക്കെ അടിയിലത്തെ ആ ഏരിയയൊക്കെ വെറുതെ പ്ലെയിനായിട്ട് കിടക്കുന്നതിന് കുഴപ്പമുണ്ടായില്ല. പക്ഷേ മുകളിലേക്ക് സെറി ത്രെഡിൽ ചെയ്യുമ്പോൾ ഈ ഒരു കറക്റ്റായിട്ട് കുത്തിയെടുത്ത് കിട്ടുന്നുണ്ടായില്ല. കാരണം സെറി ത്രെഡ് 2 ലൈനാണല്ലോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നോർമൽ നീഡിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ ആ ഒരു മുകളിലേക്കുള്ള പോർഷനൊക്കെ ഈ ഒരു 3mm കൊടുത്തത്. 3mm റെഡ് ആൻഡ് ഗ്രീൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കൊടുത്തേക്കുന്ന പോലെയാണ് നമുക്ക് ആ ഒരു റെഡ് ആൻഡ് ഗ്രീൻ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടാൻ. ഈ മുകളിലേക്കും കൂടി നമുക്കത് കംപ്ലീറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് സ്ലീവിൻ്റെ വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ഒരു ഫ്രെയിമിൽ ഇട്ടേക്കണ കാരണം അതിൽ ചെയ്തിട്ടുണ്ട്. മുന്നത്തെ സ്ലീവിൽ ചെയ്തിട്ടുണ്ടായില്ല. ഞാനത് ആഫ്റ്റർ സ്റ്റിച്ചിങ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗോൾഡൻ മാത്രമായിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണെങ്കിൽ ആ റെഡും ഗ്രീനും വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. രണ്ട് രീതിക്കാണ് അതിൻ്റെ ഒരു ഭംഗി കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. പ്ലെയിൻ ഗോൾഡായിട്ട് വരുന്നതാണോ അതോ ആ ഒരു റെഡ് ആൻഡ് ഗ്രീൻ ആഡ് ചെയ്യുമ്പോഴാണ് ആ ബ്ലൗസിന് ഭംഗിയെന്ന്. പിന്നെ ഞാൻ കസ്റ്റമർ ഇട്ടിട്ടുള്ള ഫോട്ടോയും കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.